ഓം ശാന്തി. ഡിസംബർ 21 പ്രഥമ ലോക ധ്യാന ദിനമായി UN പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഏവർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സർവ്വ സഹോദരീ സഹോദരന്മാരുടെയും ഭാഗത്ത് നിന്ന് ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ ഡേയുടെ ആശംസകൾ ആശംസകൾ ആശംസകൾ. ജൂൺ 21 നമുക്ക് അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഡിസംബർ 21 ധ്യാന ദിനവും. യോഗയിലൂടെ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നു എന്ന അനുഭവമുണ്ട്. അതേപോലെ ധ്യാനത്തിലൂടെ നമുക്ക് ഭോഗവിലാസങ്ങളിൽ നിന്ന്, വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് വിജയമുണ്ടാകും. ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ സമസ്യ എന്താണ്? വികാര വിക്ഷോഭങ്ങളാണ്. ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല, വൈകാരിക നിയന്ത്രണമില്ല. കാമം കൊണ്ടും ക്രോധം കൊണ്ടും ലോഭമോഹ അഹങ്കാര അസൂയ കൊണ്ട് കത്തുകയാണ് മനസ്സുകൾ, കത്തിക്കുകയാണ് വീടുകളെ, സമൂഹത്തെ, ലോകത്തെ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 1936 മുതൽ ലോകത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സുകളെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വികാര വിക്ഷോഭങ്ങളെ ജയിക്കാനുള്ള ശീതള ജലം രാജയോഗ ധ്യാനം എന്ന മൃതസഞ്ജീവനിയാണ് ഭാരതത്തിൽ നിന്ന് 145ഓളം രാജ്യങ്ങളിൽ രാജയോഗ മെഡിറ്റേഷൻ സെൻ്ററുകളിലൂടെ പഠിപ്പിക്കുന്ന ധ്യാനത്തിലൂടെ നമുക്ക് ഒരു ശീതള ജലം ലഭിക്കും പോലെയാണ്. കത്തുന്ന മനസ്സുകളെ ശാന്തവും ശീതളവുമാക്കി മാറ്റുകയാണ്. വികാര വിക്ഷോഭങ്ങളുടെ മേലെ നിയന്ത്രണം ലഭിക്കുകയാണ്. കാരണം രാജയോഗ ധ്യാനത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കോൺഷ്യസ് ഷിഫ്റ്റാണ്. ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് മാനവനെ തൻ്റെ യഥാർത്ഥ ബോധത്തിലേക്ക്, സത്യബോധത്തിലേക്ക്, ഹുവാമായി, ഞാൻ നശിക്കുന്ന ദേഹമല്ല, ഞാനൊരു ചൈതന്യമാണ്. ദേഹം എൻ്റെ ഒരു വാഹനമാണ്, ഞാനാണ് ഡ്രൈവർ. ആത്മാവ് യജമാനനാണെന്ന ബോധത്തിലിരുന്നുകൊണ്ട് ശരീരമാകുന്ന വാഹനത്തെ ഓടിക്കാൻ കൺട്രോൾഡ് ഡ്രൈവിംഗ് ആണ് രാജയോഗത്തിൻ്റെ പ്രഥമ പാഠം. അതിലൂടെ എന്താകും? കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണം കിട്ടും. ഞാൻ ആത്മാവാണെന്ന ബോധം വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും അതേ ആത്മസ്വരൂപങ്ങളായി കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരെ പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. സർവരെ പ്രതി നമ്മുടെ ദൃഷ്ടികോൺ മാറും. ഒരു പവിത്രമായ സാഹോദര്യ സ്നേഹം എല്ലാവരോടും ഉണ്ടാകും. പവിത്രമായ ഒരു ബന്ധം, റിലേഷൻഷിപ്പിൽ പ്യൂരിറ്റി, വളരെയധികം സത്യതയും ആത്മാർത്ഥതയും നമുക്കുണ്ടാകും. ഉള്ളുകൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ രാജയോഗ ധ്യാനത്തിൽ നമ്മൾ പഠിക്കണേ ആത്മബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കാനാണ്. പരമാത്മാ പവർ ഹൗസ് ആണ്. എന്ത് പവർ ഹൗസ്? സ്നേഹത്തിൻ്റെ പവർ ഹൗസ്, ശാന്തിയുടെ പവർ ഹൗസ്, ശക്തിയുടെ പവർ ഹൗസ്, അറിവിൻ്റെ പവർ ഹൗസ്. ആത്മബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുന്ന രാജയോഗ ധ്യാനത്തിലൂടെ നമുക്കും പരമാത്മാവിനെ പോലെ ആ പവേഴ്സ്, പവർ ഓഫ് ലൈറ്റ്, പവർ ഓഫ് ലവ്, പവർ ഓഫ് നോളജ്, പവർ ഓഫ് പീസ് ലഭിക്കുമ്പോൾ നമ്മൾ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ദിവ്യ ഗുണങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ, ഡിവിനിറ്റി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരികയും നമ്മളൊരു നല്ല മാനവനായി, മൂല്യങ്ങളുള്ള ഒരു മാനവനായി, മാനവികതയുള്ള ഒരു മാനവനായി, ദൈവീകതയുള്ള ഒരു മാനവനായി, ദൈവത്തെ പോലെയുള്ള മക്കളായി, അച്ഛനെ പോലെയുള്ള മക്കളായി മാറും. രാജയോഗത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുന്നത് പരമാത്മാ നമ്മുടെ മാതാവും പിതാവുമാണ്. ഈശ്വരൻ നമ്മുടെ അച്ഛനാണ്. അതുകൊണ്ട് ബ്രഹ്മകുമാരീസിൽ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് ബാബ എന്നാണ്. അച്ഛനാണ്. പരമാത്മാ എൻ്റെ പിതാവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ സഹോദരാത്മാക്കളാണ്. അപ്പോൾ എല്ലാവരെയും പ്രതി ഒരു സാഹോദര്യ ഭാവന. മുഴുവൻ വിശ്വത്തിലുള്ളത് എൻ്റെ ആത്മബന്ധുക്കളാണ്. അപ്പോൾ സാഹോദര്യത്തിൽ നിന്ന് സദ്ഭാവന ഉണ്ടാക്കും. ആ സദ്ഭാവന നമ്മുടെ വ്യവഹാരത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരും. ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മുടെ മാറും. സർവരും എൻ്റേതാണ്, ഭഗവാൻ എൻ്റെയാണ്, എൻ്റെ അച്ഛനും അമ്മയാണ്, അതുകൊണ്ട് സർവരും എൻ്റെ സഹോദരങ്ങളാണ്.
അതോടുകൂടി അനാഥ പിള്ളേരെ പോലെ നമ്മൾ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകത്തിലും തമ്മിലടിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം, ക്ലൈമറ്റ് ചേഞ്ച്, പ്രകൃതിക്ഷോഭം, വളരെയധികം ഇരുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ പോണേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ രാജയോഗ ധ്യാനം നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. സമത്വവും സാഹോദര്യവും പരസ്പര സ്നേഹവും സൗഹാർദ്ദവുമുള്ള മാനവനാക്കി നമ്മളെ, ദൈവമാനവനാക്കി നമ്മളെ ഉയർത്തും. ഇതല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യം, സുഖവും ശാന്തിയും സന്തോഷവും ഉള്ള ഒരു ജീവിതം. ഡിസംബർ 21 നോക്കൂ, വർഷത്തിലെ അവസാന മാസത്തിലെ 21 സെലക്ട് ചെയ്തിരിക്കുന്ന ധ്യാന ദിനമായി. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവുമായി വളരെ കണക്റ്റഡ് ആണ്. ഡിസംബർ വർഷത്തിൻ്റെ അവസാന മാസമാണ് അല്ലേ? പഴയ വർഷം പോവുകയാണ്, പുതിയ വർഷം വരാൻ പോവാണ്. അപ്പം പഴയ വർഷം പോകുന്നതിനോടൊപ്പം പഴയതിനെ പലതും നമ്മൾ വിട പറയും, പല പഴയതിനോടും. പുതിയ വർഷത്തെ വരവേൽക്കാൻ പല നവീനതകൾ, മാറ്റങ്ങൾ, പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും അല്ലേ? അതേപോലെ ഇപ്പോൾ നമ്മുടെ സൃഷ്ടിയുടെ കൽപ്പാന്തകാലമാണ്. സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. നമ്മൾ വിശ്വഘടികാരത്തിലെ കാലചക്രത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൽപ്പാന്തകാലമായ കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ തന്നെ അവസാന സമയത്തിലാണ്. കലിയുഗം പോവുകയാണ്, സത്യുഗം വരികയാണ്. അപ്പോൾ ഒരു കൽപ്പം നീങ്ങി അടുത്ത കൽപ്പം വരികയാണ്. അതിനിടയിലുള്ള സംക്രാന്തി വേളയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിയാൽ ഡിസംബർ ശരിക്കും മണ്ഡലകാലവുമാണ് അല്ലേ? മണ്ഡലം പോകുന്നു, മകരവിളക്ക് ആരംഭിക്കാൻ പോകുന്ന ഒരു സമയമാണിത് അല്ലേ? അപ്പം ഇതൊരു സമയമാണ് നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ദീപം കൊളുത്താൻ, ആത്മജ്യോതി തെളിയാൻ, പരമാത്മജ്യോതിയുമായി കണക്റ്റഡ് ആകാൻ, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്ന് പ്രകാശത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ, പ്രകാശത്തിലിരിക്കാനും പ്രകാശമുള്ളവരായി പെരുമാറാനും. കാരണം ഇത് സമയമാണ് സമാപ്തിയുടെ, കലിയുഗത്തിൻ്റെ സമാപ്തിയുടെ. നമുക്കെല്ലാവർക്കും വീട്ടിലേക്ക് പോകാൻ, എല്ലാ ആത്മസ്വരൂപങ്ങളും ഈ ഭൂമിയിൽ വന്ന് നാടകം കളിച്ച് നാടകം പൂർത്തിയാക്കുന്ന ഒരു വേളയാണ്. അതുകൊണ്ടാണ് അഷ്ടാംഗ യോഗ മാർഗത്തിൽ തന്നെ ലാസ്റ്റിൽ വരുന്ന ധ്യാനം, പിന്നെ സമാധി. ധ്യാനത്തിന് പ്രസക്തി ഈ കൽപ്പാന്ത്യവേളയിലാണ്. ധ്യാനത്തിലൂടെ ദീപം തെളിയുകയാണ്. തെളിഞ്ഞ ദീപങ്ങളായി വേണം നമുക്ക് മടക്കയാത്ര ചെയ്യാൻ, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. കാരണം അവിടെ നമ്മളെല്ലാം സൈലൻസ് റൂമിൽ, നമ്മളെല്ലാവരും മെഡിറ്റേഷനിൽ ഇരുന്നവരാണ് സദാ. എപ്പോൾ ആത്മസ്വരൂപങ്ങൾ പരമാത്മാവിനോടൊപ്പം ഈ നാടകശാലയിൽ വരുന്നതിന് മുമ്പ് ഈശ്വരനോടൊപ്പം ശാന്തി നിറഞ്ഞ വീട്, ആ സൈലൻസ് വേൾഡിൽ നമ്മളെല്ലാം ഒരു മെഡിറ്റേറ്റീവ് അവസ്ഥയിൽ തന്നെയായിരുന്നു. ആ സൈലൻസിൽ നമ്മൾ ഇവിടേക്ക് ഇറങ്ങി വന്നപ്പോഴും സുഖശാന്തിയോടുകൂടി സത്യത്രേദൈകങ്ങളിൽ സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവുമുള്ള ഒരു ജീവിതമാണ് ജീവിച്ചിരുന്നത്. പിന്നെ ദ്വാപരയുഗത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ട്വിസ്റ്റ് ആരംഭിച്ചത്. കലിയുഗത്തിലേക്ക് വന്നപ്പോഴേക്ക് എന്തായി അല്ല, വീണ്ടും നമ്മൾ കംപ്ലീറ്റ്ലി ഇരുട്ടിലേക്ക് പോയി, നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വീണ്ടും ഈ ഡിസംബർ 21 സ്വയം ഐക്യരാഷ്ട്ര സംഘടന മുഴുവൻ ലോകരാജ്യങ്ങൾക്ക് അവബോധം നൽകാൻ ഒരു ദിവസത്തെ പൂർണ്ണമായും മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഡിസംബർ 21 ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായും ഒരു മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന സങ്കല്പം എടുക്കാം. അടുത്ത ഒരു വർഷം നമുക്ക് 2025 പുതിയ വർഷം കടന്നു വരുമ്പോൾ എനിക്കും മെഡിറ്റേഷൻ പഠിക്കണം, ഒരു മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈലായിരിക്കണം എൻ്റേത്. രാജയോഗ ധ്യാനം പരിശീലിക്കൂ, കുടുംബസമേതം പഠിക്കൂ. നിങ്ങളുടെ വീടിനടുത്ത് തീർച്ചയായും ബ്രഹ്മകുമാരീസിൻ്റെ ഒരു സേവന കേന്ദ്രം, രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് സൗജന്യമായി 1 മണിക്കൂർ വീതം പോയി പഠിക്കാം. എന്ന ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ സെൻറ്ററുകളുടെ ഒരു പ്രത്യേകത, ഇവിടെ ഡെയിലി നിങ്ങൾക്ക് പോകാം, പഠിക്കാം. എല്ലാ രാജയോഗികളോടൊപ്പം ഇരുന്ന് സമൂഹ ധ്യാനത്തിൽ ഡെയിലി പങ്കെടുക്കാം. അതിലൂടെ നമുക്കും മനഃശാന്തി ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലും നമുക്ക് ശാന്തി ഉണ്ടാക്കാം, സമൂഹത്തിലും അതേപോലെ മുഴുവൻ വിശ്വത്തിലും സുഖശാന്തി നിറഞ്ഞ സത്യുഗ ലോകത്തെ വരവേൽക്കാനായി നമുക്കെല്ലാവർക്കും രാജയോഗികളാക്കാം.